യേശുവേ സ്തോത്രം 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 ഹാലേലൂയ 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 ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് കോഴിതന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ സർവശക്തനായിരിക്കുന്ന ദൈവം, സർവകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകളെ ഓർത്ത്, ദൈവത്തിന്റെ കരുതലുകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന്റെ പാദപടത്തിലായിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തുവാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മെ തനിച്ചു വിടുന്ന ഒരു കർത്താവല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന കർത്താവ് കൂടെയുണ്ട്. ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കാം കർത്താവ് നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ അതേ നീ കഷ്ടത മറക്കും. സ്തോത്രം. അതേ സ്തോത്രം. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ അനുഭവിച്ച ചില വേദനകൾ, ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും മറക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം ചില കഷ്ടതകൾ മറക്കും. അതേ സ്തോത്രം. യോബിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അതെ നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. നിന്റെ ആയുസ് മധ്യാഹ്നത്തെക്കാൾ പ്രകാശിക്കും, ഇരുൾ പ്രഭാതം പോലെ ആകും. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനാകും. നീ ചുറ്റും നോക്കി സ്വൈരമായിരിക്കും. നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. പലരും നിന്റെ മമത അന്വേഷിക്കും. എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണും മങ്ങിപ്പോകും. ശരണം അവർക്ക് പോയി പോകും. പ്രാണനെ വിടുവിക്കുന്നവനത്രേ അവർക്ക് പ്രത്യാശ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ ഈ പകൽക്കാലത്ത് ഞാൻ പറയട്ടെ, കഷ്ടത നാം മറക്കും. അത് ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു. അതെ നീ കഷ്ടത മറക്കും. അങ്ങനെയൊക്കെ കഷ്ടതയുടെയും പ്രയാസത്തിന്റെ വേദനയുടെ മധ്യത്തിലായിരിക്കുന്ന ദൈവപൈതലെ, നമുക്ക് പറയാൻ എളുപ്പമാണ് കഷ്ടതയെന്ന്. കർത്താവ് വിടുവിക്കും, ഈ കഷ്ടത സാരമില്ല, ദൈവത്തിന്റെ ഒരു പദ്ധതി കൊണ്ട് പലതും പറഞ്ഞ് നമുക്ക് ആശ്വസിപ്പിക്കുവാനായിട്ട് കഴിയും. പക്ഷേ ആ കഷ്ടത അനുഭവിക്കുക, അതിൽ കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, ചില കഷ്ടതകളെ മറക്കത്തക്ക രീതിയിൽ ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ഒരു അനുഗ്രഹത്തിന് കാരണമായിരുന്നു എന്ന് പറയുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചില ദൈവപ്രവൃത്തികളെ ചെയ്യും. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കഷ്ടതയെ നാം ദൈവത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരും. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. നമുക്കറിയാം, ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ, സ്തോത്ര, ഹല്ലേലൂയ, നാം ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരാം, ഏകാന്തതകൾ കടന്നു വരാം, ആരും നമ്മോട് കൂടെ ഇല്ലാത്ത അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ആ കഷ്ടതയിലും നമ്മെ കരം പിടിക്കുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. നീ തനിച്ചല്ല നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ. സ്തോത്ര, ഹല്ലേലൂയ. ദൈവം അനുവദിച്ചിട്ട് നീ ചില കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ കഷ്ടതയെ ജയിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം നിന്റെ മേൽ പകർന്നു തരേണ്ടതിനായിട്ട്, നിന്നെ മുന്നോട്ട് ജയത്തോടെ നടത്തേണ്ടതിനായിട്ട് കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ധൈര്യപ്പെട്ടിരിക്കുക, അധൈര്യപ്പെട്ടു പോകേണ്ട, ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. നീ ചില കഷ്ടതകൾ മറക്കും. ദൈവ പൈതലേ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, യോബിന്റെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നത് യോബ് പാപം ചെയ്തിട്ടോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടോ അല്ല കഷ്ടത കടന്നു വന്നത്. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവയെ ദൈവം തന്നെ യോബിനെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ നിഷ്കളങ്കനാ, നേരുള്ളവനാ,
ദൈവ പൈത്തന. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടത കടന്നു വരുമ്പോൾ നമുക്കറിയാം, സ്തോത്ര ഹല്ലേലൂയ, അടുത്തും അകലെ നിന്നുകൊണ്ട് പലരും നമ്മെ കുറ്റം പറയും. ഹല്ലേലൂയ. അതേ സ്തോത്രം ചെയ്തത് കൊണ്ട്, പ്രവർത്തിച്ചത് കൊണ്ട്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, ദൈവത്തിന്റെ കോപമാണ്, പലതും പറഞ്ഞ് നാം അനുഭവിക്കുന്ന ആ കഷ്ടതയുടെ വേദനയ്ക്ക് അകത്ത് ആ കഷ്ടതയേക്കാൾ അപ്പുറമായിട്ട് മാനുഷികമായിട്ട് ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ, ചില വേദനകൾ, കാരണം അത് പുറത്തുള്ളവരായിരിക്കില്ല, നമ്മോടൊപ്പം നിൽക്കേണ്ടവർ, കഷ്ടതയും നമ്മോട് കൂടെ ഇരിക്കേണ്ടവർ പലരെയും നിന്ന് പല വാക്കുകളും പ്രവൃത്തികളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനകത്ത് വല്ലാത്തൊരു ഭാരം തോന്നും, പ്രയാസം ഉണ്ടാക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കഷ്ടതയിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് യോബിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയുടെ അനുഭവങ്ങൾ കടന്നു വന്നു. തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് കടന്നു വന്ന സ്നേഹിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സ്തോത്രം ഹല്ലേലൂയ, അവനെ ആശ്വസിപ്പിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സോഫാറും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ കഠിനമായിട്ട് കുറ്റപ്പെടുത്തുന്ന അനുഭവം, അതേ സ്തോത്രം, ഇതിനെക്കാട്ട് വലിയ കഷ്ടതയ്ക്ക് ഇവൻ അർഹനാണ് എന്നൊക്കെയും നമുക്ക് അവിടെ പറഞ്ഞ് ഇയ്യോബിനെ കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യർ പലപ്പോഴും, പ്രിയ ദൈവമക്കളെ, ഒരു കഷ്ടത വരുമ്പോൾ, അതേ സ്തോത്രം, ആ കഷ്ടത എന്തുകൊണ്ട് ജീവിതത്തിൽ വന്നു, അല്ലെങ്കിൽ ആ കഷ്ടതയ്ക്കുള്ള പിന്നിലുള്ള കാരണം എന്തെന്ന് തിരിച്ചറിയാതെ വേണം പലതും വിമർശിക്കുവാൻ, പലതും കൂടെ കുറ്റപ്പെടുവാൻ ഇടയായി തീരുമ്പോഴും, പ്രിയ ദൈവമക്കളെ, ആ കഷ്ടതയിൽ നീ തനിച്ചല്ല, നീ നിരാശപ്പെടേണ്ട. ഇന്ന് ആ ഒരു അനുഭവത്തിൽ കൂടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ മധ്യത്തിൽ ആരും ഇല്ലായിരിക്കും. സ്തോത്ര, നിങ്ങളെ സ്നേഹിച്ചവർ, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിച്ചവർ, നിങ്ങളെ സഹായിച്ചവർ, നിങ്ങളെ കൂടെ നിൽക്കേണ്ടവരൊക്കെ മാറി നിന്ന് നിങ്ങളെ കുറ്റം പറയുന്ന ഒരു അനുഭവമായിരിക്കും. നമ്മൾ ഭാരപ്പെടേണ്ട. ആ കാൽവരി ക്രൂശിലൊന്ന് നോക്കിയാൽ മതി. സ്തോത്രം, യേശു കർത്താവിന്റെ ആ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവിന്റെ കൂടെ ഒരു വലിയ കൂട്ടം പുരുഷാരമുണ്ട്. അപ്പം നുറുക്കി കൂട്ടത്തിൽ ഉണ്ട്. അതേ സ്തോത്രം, അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ യേശു കർത്താവിന്റെ കൂടെയുണ്ട്. അതെ, കുരുടർക്ക് കാഴ്ച കൊടുത്തപ്പോൾ ഉണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചപ്പോൾ യേശു കർത്താവിന്റെ കൂടെയുണ്ട്. പക്ഷേ മാനവരക്ഷയുടെ വീണ്ടെടുപ്പിന് വേണ്ടി കഠിനമായിരിക്കുന്ന ഒരു പാനപാത്രം കുടിക്കുക, ആ ഒരു കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുക എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ഏകാന്തതയും ഒറ്റപ്പെടുന്ന അനുഭവം, തിരസ്കരണയും നിന്നയൊക്കെയോ ആ കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് അനുഭവിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കഷ്ടതയും നിന്റെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ കൂടെ ആർക്കെ നിൽക്കുമെന്ന് പറഞ്ഞാലും കഷ്ടത നിന്റെ ജീവിതത്തിൽ ഒരു മൂർച്ഛന ഘട്ടത്തിൽ എത്തുന്ന സാഹചര്യത്തെ നിന്റെ കൂടെ നിൽക്കുന്നവരൊക്കെയും നിന്നെ വിട്ട് പതുക്കെ പതുക്കെ മാറിപ്പോകുവാനായിട്ട് ഇടയത്തില്ല. അവര് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നതിന് ആ കരത്തിന്റെ മുറുക്കൽ അത് പതുക്കെ അയച്ചു വിട്ടുകൊണ്ട് അവര് പോകുവാനായിട്ട് ഇടയത്തിന് കാരണം എന്താ? സ്തോത്രം, ഹല്ലേലൂയ. അത് കഷ്ടതയിൽ, സ്തോത്രം, ലോകത്തിൽ നിന്നുള്ള ഒരു ആശ്വാസം വാക്കല്ല നിനക്ക് ആവശ്യം, കർത്താവിൽ നിന്നുള്ള ഒരു ആശ്വാസം അത്രേ. അതെ, ആ കഷ്ടതയ്ക്കകത്ത് പ്രിയ ദൈവ പൈതലേ, കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീരാ, കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ, കർത്താവ് നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാ, കർത്താവിന്റെ ഇൻപമേറിയ ശബ്ദം കേൾപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ, കഷ്ടതയിലും നിന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നിന്റെ ഉള്ളിൽ തന്ന് ബലപ്പെടുത്തി നിന്നെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഈ പ്രഭാതത്തിൽ, സ്തോത്ര, കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന ദൈവ പൈതോണ്ട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ തനിച്ചല്ല. സ്തോത്രം, കഷ്ടത സഹിച്ച കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിനക്ക് ജയം തരുവാൻ. ഈ കഷ്ടത നിന്റെ പരാജയത്തിനല്ല, ഈ കഷ്ടതയെ നീ തകർന്നു പോകുവാൻ അല്ല. സ്തോത്രം, അതേ സ്തോത്രം, മറിച്ച് നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടുത്തുവാനാ. അതേ സ്തോത്രം, നമുക്ക് ആരും കൂടെ ഇല്ലാതിരിക്കുമ്പോഴും ആ കഷ്ടതയ്ക്കകത്ത്, ഹല്ലേലൂയ, ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ പകർന്നു തരുവാ. കർത്താവിന്റെ ആ കരുതൽ നീ ഒന്ന് തിരിച്ചറിയുവാ, കർത്താവിന്റെ ഇൻപമേറിയ, സ്തോത്ര, സാന്നിധ്യം നീ ഒന്ന് തിരിച്ചറിയുവാനാ. പ്രിയതേ മക്കൾ, വെറുതെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയിൽ കൂടി കടത്തി വിടുകയില്ല. ചില കഷ്ടതയിൽ കൂടി നാം കടന്നു പോകണം എന്നത് ഒരു പീരീഡ് കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കും. സ്തോത്ര, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി വേദനിക്കുന്നത് നമ്മൾ ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല, പക്ഷേ അതിനെ നാം സഹിക്കേണ്ടതായിട്ടുണ്ട്. ആ കഷ്ടതയിൽ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. സ്തോത്ര, ഹല്ലേലൂയ. എല്ലാവരും കൈവിട്ട് മാറിപ്പോകുമ്പോഴും ആ കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായിട്ട്
കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നാം തിരിഞ്ഞു മറിഞ്ഞു ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. സ്തോത്ര. ഒരു ആശ്വാസ വാക്കിന് വേണ്ടി. പക്ഷേ ആരെയും നാം കാണുകയല്ല. പക്ഷേ ആരെയും കാണാതിരിക്കുമ്പോഴും ഒരു ഇൻപമേറിയ ശബ്ദം നാം കേൾക്കാം. മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ മതി, എന്റെ കൃപ നിനക്ക് മതി, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്തോത്ര, കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുക. നീ തനിച്ചല്ല ദൈവ പൈതലേ. സ്തോത്രം. കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ തിരിഞ്ഞു നോക്ക്. നമുക്ക് പറയാനായിട്ട് കഴിയില്ലേ, ആ കഷ്ടത വന്നത് കൊണ്ടാ നമുക്ക് കർത്താവിന് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. സ്തോത്ര. നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞവരെയൊക്കെ ചിലരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രിയ ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത് കൊണ്ടല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അതെ, എന്തിനും ഏതിനും വേണ്ടി നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവർ ഹല്ലേലൂയ പലരും മാറിപ്പോയി. പലരുടെ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നത്. നമുക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിൽ പ്രിയ ദൈവമക്കൾ എല്ലാവരും കാണും. നമുക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഒരു കഷ്ടത വന്ന് നോക്കണം, ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. സ്തോത്ര. അങ്ങനെ നിന്റെ ജീവിതത്തിൽ വന്ന ഓരോ കഷ്ടതയും സ്തോത്രം കർത്താവിന്റെ സ്നേഹത്തെ നീ തിരിച്ചറിയുവാനാ. നന്മയ്ക്കാ പ്രിയ ദൈവമക്കളെ. ദോഷങ്ങളായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുത്തുകയില്ല. അതുകൊണ്ട് സ്തോത്ര, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ സ്തോത്ര, കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ നീ നന്മയ്ക്കാക്കി ദൈവം തീർക്കാം. കഴിഞ്ഞ നാളത്തെ കഷ്ടതകൾ നീ മറക്കത്തക്ക രീതിയെ ദൈവ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിലും. യോബിന് പറയാനായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. അത് യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഞാൻ ഒരു കേൾവി മാത്രമേ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഒരു കഷ്ടതയുടെ നടുവിലാണ് സ്തോത്രം. നമ്മള് അബ്രഹാമിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഇസ്ഹാക്കിന് വേണ്ടി പ്രവർത്തിച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ എളുപ്പമാ, വിശ്വസിക്കാം. പക്ഷേ പ്രിയ ദൈവമേ, ആ കേൾവിയിൽ നിന്നുള്ള ഒരു വിശ്വാസത്തിൽ നിൽക്കുവാനല്ല ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുന്നത്. നിനക്ക് സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് നമ്മുടെ ലൈഫ് കൊണ്ട് സ്തോത്ര നാം ചിലത് അനുഭവിക്കുവാനാ. സ്തോത്രം. നാം അത് കാണുവാനാ. അതേ സ്തോത്രം. ഇറങ്ങി വന്ന് ദൈവത്തിന്റെ കരുതലുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തി തരുന്നത് കാണുവാനാ ചില കഷ്ടതകൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് യോബ് 42 അധ്യായം അതിന്റെ 5 വാക്യത്തിൽ ഇപ്രകാരം കാണും, ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു കേൾവിക്കകത്ത് നിന്ന് സ്തോത്രം ഒരു കാഴ്ചയിലേക്ക്, എന്റെ അപ്പന്റെ സ്നേഹം ഒന്ന് കാണുവാൻ, എന്റെ അപ്പന്റെ സ്നേഹത്തെ ഒന്ന് അറിയുവാൻ, അമ്മാറോടൊന്ന് ചേരുവാൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടത ഇടയാക്കി തീർത്തുവെങ്കിൽ പ്രിയ ദൈവ പൈതൽ, അത് എത്ര വലുതാണ് ഈ പകൽക്കാലം നാം ചിന്തിക്കുക. ഹല്ലേലൂയ. ചിലരൊക്കെ നമ്മെ വിട്ട് മാറിക്കാണും, അതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. പക്ഷേ കഷ്ടത ഏറ്റവും നമ്മോട് കൂടെ ണ്ട്. ഹല്ലേലൂയ. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ, ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കഷ്ടതയുടെ മധ്യ നീ തകർന്നു പോക്കിയല്ല. അതേ, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോ ഈ കഷ്ടത കൊണ്ട് നീ തീരും, ഇവിടെ കൊണ്ട് അവസാനിക്കും, ഇവിടെ കൊണ്ട് ഇല്ലായ്മയാക്ക്, നീ ഉന്മൂലനാശമാകുമെന്ന് പറയുമ്പോഴും സ്തോത്രം ആ കഷ്ടതയിൽ പ്രിയ ദൈവ പൈതലേ, നീ പോലും അറിയാതെ വേണം ലോകം കാണാത്ത രീതിയെ നിന്റെ മേൽ ചിലത് ഇട്ടുകൊണ്ട് ഹല്ലേലൂയ എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുവാനായിട്ട് ഇടയായി തീരാ. അതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48 അധ്യായത്തിൽ കാണുന്നു, ഇതാ ഞാൻ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെ പോലെ അല്ല താനും ഞാൻ നിന്നെ കഷ്ടതയുടെ ചൂളയിലാകുന്ന ശോധന കഴിച്ചത്. ഹല്ലേലൂയ. കഷ്ടതയാകുന്ന ചില ശോധനയെ കൂടെ നമ്മൾ തന്നെ ചോദിക്കില്ല, എന്തുകൊണ്ട് കർത്താവേ ഈ കഷ്ടത, ഇത്രയും വലിയ കഷ്ടത ഞാൻ അനുഭവിക്കണമോ, ഇതിൽ കൂടെയൊക്കെ കടന്നു പോണമോ? ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, എന്തിനു വേണ്ടിയാ സ്തോത്ര? അതേ സ്തോത്രം, നമ്മെ കഷ്ടതയാകുന്ന ആ ചൂളയെ കൂടി കടത്തിവിട്ട് നമ്മളെ ശോധന ചെയ്ത് കർത്താവിന്റെ കയ്യിൽ ഇണങ്ങിയ ഒരു ആയുധമായിട്ട്, അതേ കീടങ്ങളൊന്നുമില്ലാത്തൊരു പൊന്നായിട്ട്, അതേ ശത്രുവിന് നിന്നെ കുറിച്ച് അപവാദം പറയുവാനില്ലാത്ത ഒരു അനുഭവത്തിൽ
കർത്താവിന് നിന്നെ ചിലയിടത്ത് നിർത്തുവാൻ ഹല്ലേലൂയ, കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാൻ, അനേകം പേർക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഹല്ലേലൂയ. ഇന്നത്തെ കഷ്ടത നിന്റെ ഉയർച്ചയോട് ഒരു പടക്കം മാത്രമാണ് ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിക്കുന്ന ചില വേദനകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകൾ, സ്തോത്ര ഹല്ലേലൂയ, നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ദൈവത്തിന് തെളിയിക്കുവാനത്രേ. അതുകൊണ്ട് യോബ് പറയും, ഞാനൊരു കേൾവിയെ കേട്ടിരുന്നോളൂ എന്റെ ദൈവത്തെ കുറിച്ച്, പക്ഷേ ഇപ്പോ ഞാൻ എന്റെ കണ്ണാൽ കാണുന്നു ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ പറയാനിട്ട് കഴിയും, എന്റെ കഷ്ടതയില ഞാൻ എന്റെ അപ്പനെ തിരിച്ചറിഞ്ഞത് ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, ആ ഒരു കഷ്ടതയുടെ മധ്യത്തിൽ ആരും നമ്മുടെ അടുക്കൽ കാണത്തില്ല, സ്തോത്ര ഹല്ലേലൂയ. എത്ര കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരും കാണത്തില്ല, പക്ഷെ അവിടെ നാം അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ കേൾക്കുന്ന മൃദുവായ ഒരു ശബ്ദമുണ്ട്, സ്തോത്ര ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഏറ്റവും അധികം എന്റെ കർത്താപ്പച്ചന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ഒരു ടൈം, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ഒരു ടൈം അത്ര, സ്തോത്ര ഹല്ലേലൂയ. എന്റെ കയ്യിൽ സ്തോത്രം പലപ്പോഴും ഞാൻ ടെസ്റ്റ് മണി പറഞ്ഞതാ, എന്റെ കയ്യിൽ പച്ച ശരീരത്തിനകത്ത് സ്തോത്ര സ്റ്റിച്ച് സൂചിയിട്ട് അവർ സ്റ്റിച്ച് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഞാൻ കാണുന്നത് എന്റെ കാൽവരി ക്രൂശിൽ അരുമദാതന്റെ കരത്തിൽ ആണികൾ അടിക്കുന്ന ഒരു അനുഭവം അത്രേ. നമ്മുടെ വേദനകളെ അപ്പൻ വഹിച്ചു ഹല്ലേലൂയ. അവിടെ വച്ച ഹല്ലേലൂയ, പ്രിയതേ മക്കളെ, ആ ഹോസ്പിറ്റലിൽ കിടക്കേ വച്ച എന്റെ അരുമരക്ഷകന്റെ സ്നേഹത്തെ ആദ്യമായിട്ട് എനിക്ക് അറിയുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിട്ട് എന്റെ അപ്പൻ നമ്മുടെ ശരീരത്തിൽ ഒന്നും തരികയില്ല, പ്രിയതേ മക്കളെ. നമ്മുടെ കഠിനമേറിയ ശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ അതേ സ്തോത്ര പകരക്കാരനായിട്ട് നമ്മുടെ വേദനയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന ആ വേദനയെ അപ്പൻ്റെതാക്കി അങ്ങ് മാറ്റിയെടുക്കും ഹല്ലേലൂയ. അതേ സ്തോത്രം ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ നീ തനിച്ചല്ല, കർത്താവ് കൂടെയുണ്ട്. നിന്നെ ബലപ്പെടുത്തുവാൻ, നിന്നെ ശക്തീകരിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കഷ്ടതയെ പറ്റി നമുക്ക് വാഴ്ചനത്തിൽ കാണുന്നു. അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ കാണുവാൻ സാധിക്കുന്ന 21-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, അതേ സ്തോത്രം, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. ഒരു കഷ്ടതയുടെ മധ്യത്തിൽ ഒരു ദൈവ പൈതൽ കരയുമ്പോ ലോകം സന്തോഷിക്കും. അവനത് വന്നല്ലോ, അവൾക്കത് വന്നല്ലോ, ആ കുടുംബത്തിന് ആ തകർച്ച വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കും. പക്ഷെ അവിടെ കാണുന്നു, നിങ്ങൾ ദുഃഖിക്കും, എന്നാ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. പല വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കഠിനമേറിയ വേദനകൾ ഉണ്ടാകും. ഈ പൽക്കാലം ഞാൻ പറയട്ടെ, വിശണ്ട മനസ്സിന് പരം സ്തുതി എന്ന മേലാട പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം നിങ്ങളുടെ മേൽ കൈമാറും. സ്തോത്രം. നിങ്ങൾ എന്നും ദുഃഖിച്ചിരിക്കേണ്ടി വരികയില്ല. നിങ്ങളുടെ ദുഃഖ സന്തോഷമാക്കുന്ന ദിനങ്ങൾ എത്രേ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നെടുവീർപ്പിട്ടത്, നിങ്ങൾ കരഞ്ഞത്, നിങ്ങൾ വേദനിച്ചത്, നിലവിളിച്ചത് ഹല്ലേലൂയ, നിങ്ങൾ വിലപിച്ചത് ഹല്ലേലൂയ, എന്റെ കർത്താവ് മറന്നു കളയുകയില്ല. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കുന്ന അരിമരക്ഷകന്റെ കര നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഇവിടെ തുടർന്നുള്ള ഭാഗത്തിൽ കാണുന്നു, സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നത് കൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവിക വാഗ്ദത്തത്തെ നീ ഗർഭം ധരിക്കുന്ന ടൈം മുതൽ നീ ഒത്തിരി വേദനകൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ ഹല്ലേലൂയ, ആ വാഗ്ദത്തം പുറത്തു വരേണ്ട സമയത്ത് ഒത്തിരി ഞെരുക്കമുണ്ടാകും, ഒത്തിരി വേദനയുണ്ടാകും, ഒത്തിരി നീ നിലവിളിക്കേണ്ടി വരും. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ആ നിലവിളി ഒത്തിരി നീണ്ടു പോകാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. വേഗത്തിൽ ആ വാഗ്ദത്തം പുറത്തു വരുമ്പോ അതോടുകൂടി ഹല്ലേലൂയ സകലതും മറക്കുവാനായിട്ടിടയത്തില്ല. നമുക്കറിയാം, ഡെലിവറിക്ക് കയറുന്ന ഒരു സിസ്റ്ററിനെ, ഒരു സഹോദരിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് വളരെയധികം പെയിൻ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കും. സ്തോത്രം. ലോകശാസ്ത്രം പറയുന്നത് തന്നെ ഹല്ലേലൂയ, ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയാ ഏറ്റവും വലുതെന്ന്. സ്തോത്രം. നമ്മളൊക്കെ അനുഭവിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, പക്ഷെ നമുക്കറിയാം ആ കുഞ്ഞിന്റെ ഒരു കരച്ചിൽ ഹല്ലേലൂയ, അതുവരെ മണിക്കൂറുകൾ അനുഭവിച്ച വേദനയെ ഒരു നിമിഷം കൊണ്ട് മറക്കുന്നത് പോലെ
ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, ഗർഭം ധരിച്ച് വാക്തത്വമായി നടക്കുന്ന ദൈവപൈതലേ, നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ ചില കഷ്ടതകൾ, ചില ഒറ്റപ്പെടലുകൾ നിന്നെ തകർത്ത് കളയുന്നല്ലേ? ഭാരപ്പെടണ്ട. വാക്തത്വം പുറത്തു വരാൻ ടൈമായി. വാക്തത്വം പുറത്തു വരാൻ ടൈമായി. നിന്റെ സന്തോഷത്തിന്റെ ടൈമായി. ഹല്ലേലൂയ. നിന്റെ കഷ്ടം നീ മറക്കും. നിന്റെ കഷ്ടതയെ നീ ഓർക്കുവാൻ പോലും ഇടയാക്കാതെ വണ്ണം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിനൊക്കെ അത്ഭുതം ചെയ്യും. അങ്ങനെ ഇവിടെ കാണുന്നു. അങ്ങനെ നിങ്ങൾ ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, കഷ്ടതയിൽ നിങ്ങൾ തനിച്ചല്ല. കഷ്ടത സഹിച്ച അരുമരക്ഷകൻ കൂടെയുണ്ട്. പ്രാണസഹിയായി, പ്രാണസ്നേഹിതനായിട്ട് എന്റെ അരുമരക്ഷകൻ നിങ്ങളുടെ കൂടെയുണ്ട്. നീ തളർന്നു പോകണ്ട. സ്തോത്ര. കഷ്ടത നിന്നെ തകർത്ത് കളയുവാനല്ല, യഥാർത്ഥ പൊന്നുപോലെ പുറത്തെടുക്കുവാനാ. ഹല്ലേലൂയ. നിന്നിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനാ, കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു തരുവാനാ. യോബ് പറഞ്ഞു, അതെ, ഞാൻ ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണാൽ കാണുന്നു. പ്രിയ ദൈവ പൈതലേ, എന്റെ കർത്താവിനെ ഒന്ന് അറിയുക, വ്യക്തിപരമായിട്ടൊന്ന് രുചിച്ചറിയുക. ഈ കഷ്ടത നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തരുക. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില കഷ്ടതകൾ നീ മറക്കും. ഹല്ലേലൂയ. എങ്ങനെയാ മറക്കുന്നതെന്ന് വചനത്തിൽ പറയുന്നു, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. സ്തോത്ര. അതേ, വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും, അതിനാർക്കും പിടിച്ചു നിർത്താൻ കഴിയും. അതുപോലെ ചിലത് ഒഴുകിപ്പോകുന്ന ഓർക്കത്തക്ക രീതിയിൽ പരിശുദ്ധാത്മ നിന്റെ കഷ്ടതയുടെ നാളുകളെ ദൈവം തമ്പുരാൻ മറന്നു കളയുവാനായിട്ട് ഇടയാക്കി തീർക്കുക. യേശുവിന്റെ നാമത്തെ നിന്റെ ആയുസ് മധ്യകാലത്തിൽ തന്നെ പ്രകാശിക്കുക. നീ ചോദിക്കില്ലേ, എന്റെ നല്ല ലൈഫൊക്കെ ഇങ്ങനെ പോയി, ഇനി എവിടെയാ എനിക്ക് സന്തോഷിക്കുവാൻ? അതെ, നിന്റെ ആയുസ് മധ്യകാലത്തെക്കാൾ നീ പ്രകാശിക്കും. നീ പറയുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എന്റെ നല്ല കാലം. പ്രിയ ദൈവ പൈതലേ, അത് അതിനേക്കാൾ നല്ല കാലത്തെ ആക്കി തീർക്കുക. നിന്റെ മധ്യകാലത്തെക്കാൾ പ്രകാശിപ്പിക്കുക. ഇരുപ്രഭാതം പോലെ ആയി തീരത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താം. ആരും നിന്നെ ഭയപ്പെടുത്താതെ വേണം നീ സ്വൈരമായിട്ട് മുന്നോട്ട് പോകത്തക്ക രീതി. സ്തോത്ര. എന്റെ സ്വർഗത്തിലെ ദൈവം നിന്റെ കഷ്ടതയെ മറക്കത്തക്ക രീതി പരിശുദ്ധാത്മാവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മ പറയുന്നു, നീ കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിലായിരിക്കും കടന്നു പോകുന്നത്. പക്ഷേ ദൈവ പൈതലേ, സ്തോത്ര, ആ കഷ്ടതയെ മറക്കത്തക്ക രീതിയിൽ, അതേ സ്തോത്രം, വെള്ളം ഒഴുകി പോകുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് അത് ഒഴുകി പോകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മ നിന്റെ ജീവിതത്തിനൊക്കെ അത്ഭുതം ചെയ്യാൻ പോകുക. നീ കഷ്ടത മറക്കും. ആരൊക്കെ പറഞ്ഞില്ലേ, ഈ കഷ്ടതയെ നീ പുറത്തു വരികയില്ല, ഈ കഷ്ടതയെ നീ മറക്കില്ല, നിനക്ക് ഇതിനകത്തും ഒരിക്കലും എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. മനുഷ്യരിട്ട ചില വാക്കുകളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുക. പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, അതേ, നീ കഷ്ടത മറക്കും. ഹല്ലേലൂയ. അതേ, നീ കഷ്ടത മറക്കും. പ്രിയ ദൈവ പൈതലേ, പ്രിയ കുഞ്ഞെ, ഈ ശബ്ദം നീ കേൾക്കുമ്പോ നീ ദൈവസനെ നിലവിളിയോടെ ആയിരിക്കുന്നത്. പക്ഷേ ഇന്ന് നീ നിലവിളിക്കുന്നതിന്റെ അകത്ത് കടന്നു വന്ന ചില കഷ്ടതകൾ, ചില വേദനകളെ നീ എന്നേക്കുമായി മറക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടും. അതേ, നീ കഷ്ടത മറക്കും. ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ തരും. വചനത്തിൽ ഇപ്രകാരം കാണുന്നു, നീ കഷ്ടതയെ മറക്കും. വെള്ളം ഒഴുകിപ്പോയതുപോലെ നീ അതിനെ മറക്കും, ഒഴുകും എന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവേ, കഷ്ടതയിൽ ആയിരിക്കുന്ന ജനത്തിന്റെ മേൽ ചില കഷ്ടതകൾ മറക്കത്തക്ക രീതിയിൽ അവരുടെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക വിടുതലുകൾ, കർത്താവേ, ആ കഷ്ടതയുടെ പിന്നിലുള്ള ദൈവിക പദ്ധതികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ചിലത് മറന്നു പോകത്തക്ക രീതി, അതെ, ചിലത് മറക്കുവാൻ കഴിയാതെ ചില കഷ്ടതകളെ ഉള്ളിന്റെ ഉള്ളിലിട്ട് വേദനയായിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ചിലത്
തളം കെട്ടിക്കിടക്കുന്ന ചില കഷ്ടതയുടെ കയ്പിനെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം അതിന് ഒഴുക്കി കളയുക. തളം കെട്ടിക്കിടക്കുന്ന പോലെ, അണ കെട്ടിക്കിടക്കുന്നത് പോലെ കിടക്കുന്ന ചില കയ്പിന്റെ അനുഭവങ്ങളെ, ചില കഷ്ടതയുടെ അനുഭവത്തിൽ കടന്നു വന്ന ചില കയ്പുകൾ, നിനക്ക് വാഗ്ദത്തത്തിൽ കയറുവാൻ കഴിയാതെ, അടുത്തൊരു വിടുതലേക്ക് കയറുവാൻ കഴിയാത്തവണ്ണം തളം കെട്ടിക്കിടക്കുന്ന ചില അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് ഒഴുക്കി കളയും. അതേ, നീ കഷ്ടത മറക്കുന്ന ടൈം അത്രേ. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേയ്ക്കായി തരുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.